ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത്? ഈ ഒരു നിമിഷം ഭയങ്കര ഓവർവെൽഡ് ആണ്. അതായത് അടിവയറ്റിൽ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന സുഖവും പിന്നെ ഒരു ഒരു സുനാമി പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം കുറെ നാളായിട്ട് അമ്മയുടെ ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു അമ്മ സിന്ദൂരമൊക്കെ ഇട്ട്. ശരിക്കും അമ്മ ഒരു കുടുംബങ്ങളൊക്കെ ടൈപ്പാണ്. അടങ്ങി നല്ല അല്ല നല്ല ഇതൊക്കെയുള്ള ശരിക്കും കുടുംബിനികളെ പോലുള്ള ഒരു അമ്മയാണ്. അമ്മയുടെ ആഗ്രഹമായിരുന്നോ? അമ്മ എപ്പോഴും അച്ഛനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച അമ്മയായിരുന്നു. പെട്ടെന്ന് ഇപ്പം അച്ഛൻ പോയിട്ട് 10 വർഷമായി. അപ്പോൾ അമ്മ അതുകൊണ്ടിങ്ങനെ ആകെ ഒരു ഒതുങ്ങിയ ഒരു കൊക്കോണിലായിട്ട് ലോങ് ഗ്യാപ്പ് ആണല്ലോ. അപ്പം ഇനി ഞങ്ങൾ രണ്ടുപേരും ബിസി ആണ് ഞങ്ങളുടെ ലൈഫിൽ. അപ്പം അമ്മയ്ക്കും ചില സമയത്ത് നമ്മൾ എത്ര കൺസിഡറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കെയറിങ് ആണെങ്കിലും ആ ഒരു സ്പേസ് ഫീൽ ചെയ്യുമല്ലോ. ആ ഒരു പോയിന്റിലാണ് നമുക്ക് അങ്ങനെ തോന്നിയത്. ആ ഒരു വേർഡിലേക്ക് അങ്കിൾ വന്നപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയി. അതായത് പണ്ട് ഇവര് പരസ്പരം പറയാത്ത പ്രണയാന്നല്ലേ പറഞ്ഞു. നിങ്ങൾ മക്കളെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അല്ല, അത് പിന്നെ അമ്മ ഈ ഷോർട്ട് ഫിലിമിലൊക്കെ ആക്ട് ചെയ്തായിരുന്നു ഒരെണ്ണം. അത് കണ്ടുകൊണ്ടാണ് അങ്കിൾ വീണ്ടും റീകണക്ട് ആയത്. ഈ ആ പ്രണയലേഖനം അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൊടുത്തത്. അത് ഇപ്പോഴാണ് എന്താണെന്നുള്ളത് അമ്മ ഇപ്പോഴാണ് അറിഞ്ഞത്. അത്രയും നാള് അതിന്റെ എന്തായിരുന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു? എന്തോ പറഞ്ഞായിരുന്നു. I dash you, you dash me, do you dash me എന്നായിരുന്നു. ആ I dash you ആണ് ഇപ്പൊ ശരിയായത്. അതെ അതെ, fill in the blanks ആയിരുന്നു ആ ഒരു പ്രണയലേഖനം. അല്ല, ഇപ്പൊ എന്തായാലും അമ്മയുടെ കല്യാണം നടത്തി കൊടുത്തു. ഇനി അമ്മയുടെ ഹണിമൂൺ കാര്യങ്ങളെല്ലാം നിങ്ങളാണ് പാക്ക് ചെയ്തത്? അവര് ഓൾറെഡി സെറ്റ് ആണ്. അവര് ഓൾറെഡി വെൽ പ്ലാൻഡ് ആയിട്ട് എല്ലാം സെറ്റ് ആയിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ്? തായ്ലൻഡിലേക്കാണ്. 13th ആണെന്ന് തോന്നുന്നു പോകുന്നത്. തായ്ലൻഡിലേക്കാണ് പോകുന്നത്. മിഥുൻ സ്റ്റൈലില് ഫാമിലി തിരിച്ച് ജോലിക്ക് കയറണം ഇത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് പറ്റില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ SN കോളേജിലാണ് പ്രൊഫസറായിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ FCL വർക്ക് ചെയ്യാം മുംബൈയിൽ.